പക്ഷെ പൊതുവെ ആൾക്കാരെ ധാരണ എന്താ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഒന്ന് പോകുക, എന്നിട്ട് അയാളെ കണ്ണും മൂക്കൊക്കെ അയാളെ മേത്തന്നല്ലേ നോക്കിയിട്ടൊന്ന് തിരിച്ചു പോരുക. കണ്ണൊന്നും പോയിട്ടില്ലല്ലോ, മൂക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ, 2 ഓട്ടമല്ലേ 3 ഓട്ടം ആയിക്കണമൊക്കെ നോക്കി തുറച്ച് നോക്കിയിട്ട് തിരിച്ചു പോരുക. അതല്ല കാര്യമായിട്ട് പുണ്യമുള്ളത്. നോട്ടം അതിന് അർഹതപ്പെട്ട ആളുകൾ വേണമെങ്കിൽ നോക്കോട്ടെ, അതിലത്ര പുണ്യമുള്ള സംഗതിയൊന്നുമില്ല നോക്കാന്നുള്ളത്. അത് സ്വാലിഹീങ്ങളെ ജനാസ ആകുമ്പോൾ ഒരു തത്വീലും മറ്റൊക്കെ ഒരു സുന്നത്തുണ്ട്, അപ്പോൾ ഒരു നോട്ടം കൂടി വരും. അല്ല നാട്ടുകാരെന്നായിട്ട് വന്ന് വരിവരിയായിട്ട് നിന്നിട്ട് ഒരു മയത്തിനെ നോക്കിയെങ്കിൽ അയാളെ കബർക്ക് വെക്കാൻ പറ്റുള്ളൂ എന്ന് അങ്ങനൊന്നുമില്ല. നോക്കാതിരിക്കാണ് കഴിവിൻ്റെ പരമാവധി നല്ലത്. നോക്കുന്ന ആൾക്കാർക്ക് എന്നിട്ട് വല്ല ബോധമുണ്ടോ? ആരും വന്ന് നോക്കിയില്ല എന്നുള്ള പരാതിയാ, അങ്ങനെ പരാതി ഒന്നും പറയേണ്ട ആവശ്യമില്ല. കുളിപ്പിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കണ്ടില്ലേ മസാല പഠിപ്പിച്ചത്, കുളിപ്പിക്കാൻ സഹായത്തിന് വെള്ളം കൊണ്ടേ കൊടുക്കാൻ നിൽക്കുന്ന ആൾ തീരെ നോക്കാൻ പാടില്ല. കുളിപ്പിക്കുന്ന ആൾക്കാരുടെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ ഭാഗങ്ങളിലേക്ക് നോക്കാവൂന്നാ. പിന്നെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പതിവായി പോയി, ഇതിനാന്നറിയില്ല. അതിനേക്കാളും ശ്രേഷ്ഠത ഉള്ളത് അവിടെ ഇരുന്നിട്ട് ഒരു ഹംദു സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് നല്ലോണം ദ്വാരക്കുക, ഖുർആൻ ഓതാൻ പറ്റി എത്രയാണോ കിട്ടുന്ന അത്രയും കിട്ടി ദ്വാരക്കുക, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. വരിവരിക്ക് ഇങ്ങനെ വന്ന് കാണുമ്പോൾ ചിലപ്പോൾ റഹ്മത്തിൻ്റെ മലക്കളൊക്കെ കുറച്ച് മാറിക്കേണ്ടി വരും. ചിലർ വരുമ്പോൾ ആരൊക്കെയാണ് വരുന്നത്? ആരൊക്കെയാണ് ആ ജനാസിൻ്റെ അടുത്ത് വരുന്നത്? റഹ്മത്തിൻ്റെ മലക്കൾ മാറിക്കേണ്ടി വരൂലേ? വരും. ഉദാഹരണമായി പറഞ്ഞാൽ ജനാപത്തുകാരൻ അവനടുക്കാൻ പറ്റൂല, പറ്റുമോ? ഹൈലുള്ള പെണ്ണ് ഈ മയ്യത്തിനോട് വളരെ അക്രബായ അടുത്ത പെണ്ണാണ്, മെഹറമാണ്. ഈ മയ്യത്തിനെ കാണൽ ജീവിതകാലത്ത് ഹലാലായ പെണ്ണാണ്. ആ പെണ്ണ് വരുന്നു, പക്ഷെ ആ പെണ്ണാരാ? ജനാപത്തുകാരിയാണ്. അപ്പൊ അവിടെ ഇങ്ങനെ പാർത്തിരിക്കുന്ന ഈ മയ്യത്തിന് സന്തോഷം നൽകിക്കൊണ്ടിരിക്കുന്ന റഹ്മത്തിന്റെ മലക്കുകൾ അകലേക്ക് പോകും. ഈമാനില്ലാത്ത ആൾക്കാർ വന്നാൽ തീർത്തും പോവും. അങ്ങനെയുണ്ട് സഹോദരങ്ങളെ, അടുക്കാൻ പാടില്ല എന്നല്ലേ ഹദീസിലുള്ളത്. ഹൈലുകാരിയും ജനാപത്തുകാരനും അതുപോലെ തന്നെ നോൺ മുസ്ലിമും മുസ്ലിമിന്റെ ജനാസയിലേക്ക് എടുക്കാൻ പാടില്ല എന്നല്ലേ? അതൊരു വർഗീയവാദമല്ല. അതാ കിടക്കുന്ന മുസ്ലിമിന് സുഖം കിട്ടാനും റഹ്മത്തിന്റെ മലക്കുകൾ സന്തോഷം കിട്ടാനുമാണ്.